ഞാൻ വേറെ ഒരു യൂസ് കേസ് ഞാൻ വായിച്ചതാണ്. പ്രോപ്പർലി ഡിസൈൻഡ് എല്ലാ മെഷർമെൻറ്റും പ്രോപ്പർലി ആ ഡിഫൈൻഡ് റൂൾ അനുസരിച്ചിട്ടുണ്ടാക്കിയ ഒരു വീടാണ്. പക്ഷേ വീട്ടിനകത്ത് ഭയങ്കര സഫക്കേഷനാണ്, ഭയങ്കര ഹെവിനെസ്സാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും പരിഹാരം? അതിലൊരു കാര്യമുള്ളൂ, ജനാലയും വാതിലും തുറന്നിട്ടുണ്ടാവില്ല. പ്രോപ്പർ കണക്കാണെങ്കിലും ജനാലും വാതിലും തുറന്നിട്ടുണ്ടാവില്ല. ചിലവർ ഞാൻ കേട്ടിട്ടുണ്ട് ജനലൊരിക്കലും തുറക്കില്ല. കഴിഞ്ഞു ഇല്ലേ, സഫക്കേഷൻ വരില്ലേ? വരും. അല്ലാണ്ട് കണക്ക് പ്രപ്പോർഷനിലൊരു വ്യത്യാസമുണ്ട്, അല്ലാണ്ട് കൂടുതൽ ഇതിൽ എൻ്റെ നോട്ടത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് കണക്കും ഇതും ഉള്ള വയ്ക്കലാണെങ്കിൽ എവിടെ ഒരു മൈനസ് പോയിന്റ് ഇതുണ്ടാവും. ഒന്ന്, രണ്ടാമത് എല്ലാവരും കൂടി കൂട്ടി ഇരുന്ന് ഇതാവാത്തതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതിൻ്റെ കൂടെ വൃത്തി ഒരു കോൺസെപ്റ്റ് ഇല്ല, അതും കൂടെ ഒരു വലിയൊരു ഫാക്റ്റ് അല്ലേ. പണ്ടെന്താ നമ്മൾ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് പണ്ട് വർക്ക് ചെയ്യാനും ഇതിനൊക്കെ. ഇപ്പോൾ അത് കുറഞ്ഞു. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അലർജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. ആ ഒരു സഫോക്കേഷൻ ആർക്ക് ഇതാക്കും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കും. ഇതെല്ലാം ഒരു വാക്യൂംനെസ് ഉണ്ടാക്കും. അതിനകത്ത് ഇതിങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം തീർച്ചയായിട്ടും. അടിച്ചു വാരാത്ത റൂം അല്ലെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ കരിയിലിട്ട റൂമിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇതിലേക്ക്, അത് വാസ്തുവല്ല കേട്ടോ. വാസ്തുവാണ് ഒരു ക്ലീൻനെസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വൃത്തി. നമ്മൾ കാലത്ത് കുളിക്കുന്നതും വൈകുന്നേരം കുളിക്കുന്നതും എന്തുകൊണ്ടാണ്? നമ്മൾക്കൊരു രാവിലത്തെ ഒരു 11 മണിക്കാണ് കുളിക്കുന്നത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരിതുമില്ല, ഒരു ഗുണമില്ല. അത് എല്ലാത്തിനും ആ ഒരു സമയവും ഇതും വെച്ചിട്ട് കാലവും വെച്ച് ചെയ്യുന്നതാണ് അതിൻ്റേതായ. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ചിലവർ പറയില്ലേ, വൈകുന്നേരം 6 കഴിഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞാൽ അടിച്ചു വാരൽ, അതിൻ്റേതായ എന്തുകൊണ്ട് ആൻസർ ഇല്ല. ഉണ്ടോ? ഇല്ല. ത്രിസന്ധിക്കൊന്നും ചെയ്യാൻ പാടില്ല. ഇന്ന് മിക്ക കുട്ടികളും മിക്ക വീടുകളിലും ആഫ്റ്റർ ഓഫീസ് അവരുടെ ഡിന്നറും കഴിഞ്ഞിട്ടാണ് വീട് ക്ലീൻ ചെയ്ത് വെക്കുന്നത്. അവർ കിടക്കുന്ന സമയത്ത്. കാര്യം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർക്ക് സമയമില്ല, അവർ രണ്ടുപേരും വർക്കിംഗ് ആണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൻ്റേതായ ഡിഫറൻസ് ഓഫ് ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇപ്പം ഈ 21st സെഞ്ച്വറിയിൽ എല്ലാവരും ഓപ്പൺ അല്ലല്ലോ. ട്രൂ, വെരി ട്രൂ. ആരും ഓപ്പൺ അല്ല, ഒരാൾ പോലും. എല്ലാവരും അതെ അവൻ്റേതായിട്ടുള്ള സെൽഫിഷ്നെസ്സിന് വേണ്ടി, അല്ലെങ്കിൽ അവൻ്റേതായിട്ടുള്ള പണത്തിനും പ്രശസ്തിക്കും വേണ്ടി. മൈ ടൈം, മൈ പേഴ്സണൽ സ്പേസ്, അത്ര. വീട്ടിൽ പോലും എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പണ്ട് ഞാൻ പറയാം, എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഞാനൊരു ഇതായിട്ടുള്ള അന്നത്തെ ഒരു കൂട്ടുകാരുടെ എണ്ണവും ഇന്നത്തെ ഒരു കൂട്ടുകാരുടെ ഭയങ്കര വ്യത്യാസമുണ്ടോ? ഇപ്പം ഞാൻ വിളിച്ചാൽ തന്നെ ചിലപ്പോൾ ഞാൻ എന്നുള്ള ഒരു വ്യക്തിന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഇപ്പോൾ വേറെ ആരെങ്കിലും ആവാം, എന്തെങ്കിലും ആവാം. അപ്പം എനിക്കൊരു അനുഭവം വെച്ചിട്ട് ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ ക്ലോസ് റിലേറ്റീവ്സ് കഴിഞ്ഞാൽ തന്നെ ആദ്യം ചോദിക്കുക എന്താണെന്നാണ് ചോദിക്കുക. ശരിയല്ലേ? എന്താന്ന് ചോദിച്ചാൽ എന്തിനാണ് വിളിച്ചത്, അതെ. കാര്യം എന്താ പറയൂ. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. ഓപ്പൺ മൈൻഡഡ് ആയി, ഭയങ്കരമായിട്ട് ഓപ്പൺ ആയി. ഇപ്പം എന്തായി, ഇപ്പം നമ്മൾ ഓപ്പൺ ആണെങ്കിലും ഇങ്ങനത്തെ ചില അനുഭവത്തോടുകൂടി നമ്മളും എന്താണ് പറയുക, സ്കെപ്റ്റിക്കലായിട്ട് നമ്മളൊരു സ്റ്റെപ്പ് ബാക്കിലോട്ട് എടുത്തിട്ടേ നമ്മൾ എല്ലാം ചെയ്യുള്ളൂ. എന്നും മറ്റേതുപോലെ നമ്മളും ഇറങ്ങില്ല, നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കും. അല്ല, കറക്റ്റാണത്. ഈ മാക്സിമം നമ്മളിങ്ങനെ ഇതായിട്ടിരിക്കുന്നവർ പോലും ഒന്ന് ആലോചിച്ചിട്ടേ. അതെല്ലാം നമ്മുടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾക്ക് വിശ്വാസം കുറഞ്ഞു. ഇപ്പോൾ കുടുംബപരദേവതകൾ, ആ കുടുംബപരദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമ്മുടെ സ്വാധീനം ചെലുത്തിയ ഒരു ദേവത ഉണ്ടാവില്ല. പരദേവത വേറെ, പരദേവതയല്ല, ദേശദേവത വേറെ, കുടുംബപരദേവത വേറെ. അതെ. ഇപ്പോൾ നമ്മളൊരു പണ്ടൊക്കെ കാർന്നോന്മാരുടെ അടുത്ത് എന്താ, കാർന്നോന്മാരുടെ ഉള്ള സ്ഥലത്ത് പാരമ്പര്യ വീടായിരിക്കും ഇല്ലേ, അവിടെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ പാലക്കാടൊക്കെ ആണെങ്കിൽ ഭുവനേശ്വരി സങ്കല്പം കൂടുതലാണ്. ആ ഭുവനേശ്വരി പറഞ്ഞാൽ മൂലകുടുംബം, പിന്നെ സർപ്പത്തറ ഉണ്ടാവും. അതിന്നൊക്കെ നമ്മൾ മാറി വന്ന് 1 സെൻറ്റോ 2 സെൻറ്റോയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈവൻ അതിൻ്റെ ഒരു ദേവതകൾ തന്നെ എവിടെയാണെന്ന് അറിയണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ കാർന്നവരുടെ മക്കളോ അല്ലെങ്കിൽ അവിടെ എവിടേക്കെങ്കിലും കൊണ്ടുപോയി ചിലപ്പോൾ നടവള്ളി ഉണ്ടാവും.
അതൊക്കെയാണ് ഇപ്പോഴത്തെ ആ ഒരു സഫോക്കേഷനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കലുഷിതാവാനും അവരുടെ ഒരു അതൊക്കെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ എപ്പോഴും. അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസം. ആ വിശ്വാസം തകർന്നോട് കൂടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിലേക്ക് മാറുകയാണ് ആൾക്കാർ. അത് വേണം. നമ്മൾ വൈകുന്നേരം ഇപ്പോൾ കാരണവന്മാർ പറയില്ലേ, നമ്മൾ സന്ധ്യ നേരത്തെ ഒരു 108 നമഃശിവായ 108 ഓം നമോ നാരായണ അത് ജപിക്കണം. വിശ്വാസമുണ്ടോ വിശ്വാസം ഇല്ല എന്നല്ല, പക്ഷേ അതിന്ന് കിട്ടുന്ന കാം ആൻഡ് ക്വയറ്റ് അല്ലെങ്കിൽ അതിന്ന് കിട്ടുന്ന ആ ഒരു ഇത്, ആ വൈബ്രേഷൻ കിട്ടുന്ന നമ്മുടെ ഫുൾ ഇപ്പോൾ പണ്ടത് പറയുന്ന കുണ്ടലിനി ആ ഒരു ഇത്, അതെ, അവിടെ നിന്നുണ്ടാവുന്ന ആ ഒരു എനർജി ഭയങ്കര വ്യത്യാസം. ആ എനർജി എന്തായി നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാനും നമ്മൾക്ക് ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യാനും എല്ലാം നമ്മൾക്ക് തല തന്നിരിക്കുന്ന എന്തിനാ, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധി തന്നിരിക്കുന്ന എന്തിനാ, നമ്മൾക്ക് പല പല കാര്യത്തിന് ഇപ്പോൾ അങ്ങ് പറഞ്ഞതോ വേറെ ആൾ പറഞ്ഞതോ അതിനെ ഒരു വിശകലനം ചെയ്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് അത് പറയണം എന്നല്ല പറഞ്ഞത്, പക്ഷെ അത് നമ്മൾ വിശകലനം ചെയ്ത് അതിൻ്റെ ഒരു ഒരു ഇതാണ് നമ്മുടെ സപ്പോർട്ടാണ് ഈ ഓം നമോ നാരായണയും നമഃശിവായയും ഈ പരദേവതകളുടെ ശരിക്കും മുറുക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏത് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയെങ്കിലും നമ്മൾ പറയും പരദേവതയ്ക്ക് മാലാനീദ്യം വിളക്ക് ഇത്രേ വേണ്ടു. അത്ര പ്രസാദികളാണവർ. ശരിയല്ലേ? ഒരു തിരി വിളക്ക് വെച്ചാൽ മതി, അത്ര സന്തോഷം. അതോ നമ്മൾ ഇപ്പം അങ്ങ് പാലക്കാട്ട് നിന്നായിരിക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഈ അരഞ്ഞാണം, നമ്മുടെ വീടിൻ്റെ അരഞ്ഞാണത്തിൽ തെക്കോട്ടൊരു തിരി കൊളുത്തിയാൽ സർപ്പത്തന്മാർ സന്തോഷമായി. അതിന്റെ റിസൾട്ട്സ് ഭയങ്കരമാണ്. കാര്യം വീട്ടിലത്തെ ശാന്തത, നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് വീട്ടിൽ കലഹം ഉണ്ടാവില്ല. നമ്മൾ ഒരാഴ്ച വിളക്കും ഒന്നും നമ്മൾ അയ്യോ ശരിയല്ലേ? അത് നമ്മളെ ചിട്ടയോടെ വരുന്നവർക്ക് ആ വിളക്ക് കഴുകാണ്ട് വെച്ചാൽ പോലും ഭയങ്കര അതിൽ മുഴുവൻ ക്ലാവും എല്ലാം പിടിച്ച് അതിലിന്നും കുറേ പേരെ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അതായത് വിളക്ക് കഴുകില്ല, വിളക്കിനകത്ത് കെടുത്തിയിട്ട് അത് തന്നെ വൈകിട്ട് കത്തിച്ചാൽ ഇല്ലെങ്കിൽ അടുത്ത ദിവസം അത് തന്നെ കത്തിക്കും. പക്ഷെ അതുകൊണ്ടാണോ ഇത് നേരെന്ന് പറഞ്ഞാൽ അറിയില്ല. അതെ, അതറിയില്ല. അതെ, പക്ഷെ അല്ല അത്, അതായത് ഞാനെപ്പോഴും ഞാൻ സ്ഥിരം ശരത്തേട്ടനായിട്ട് ചെയ്യുമ്പോൾ ശരത്തേട്ടൻ എന്നും പറയും, നിങ്ങൾ ഇന്നലെ കഴിച്ച പാത്രത്തിൽ ഇന്ന് ഭക്ഷണം കഴിക്കൂ കഴുകാണ്ട്. പട്ടിക്കാണെങ്കിൽ തന്നെ നമ്മൾ കഴുകിയിട്ടല്ലേ കൊടുക്കുള്ളൂ. അപ്പോൾ സ്വന്തം പരദേവതകൾക്കും വീട്ടിൽ വിളക്ക് വയ്ക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് ആക്ച്വലി അന്നം കൊടുക്കുകയാണ് ഭഗവാന്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി തുടച്ച് കൊടുക്കണ്ടേ എന്ന് എപ്പോഴും ചോദിക്കും. അമ്പലത്തിൽ പോയാൽ പൂജയോ അല്ലെങ്കിൽ ഗണപതി ഹോമോ ഒന്നും വേണ്ട, മാലയ്ക്ക് കൊടുക്കുക, നേദ്യത്തിന് കൊടുക്കുക, വിളക്കിനുള്ള എണ്ണം നമ്മുടെ നമ്മുടെ ഒരു ഇതിലെടുക്കും. നമ്മൾക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഊർജ്ജം ഉണ്ടാവുമോ? അതെ. നമ്മൾ ഈ റൂമിൽ വിളക്കിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഊർജ്ജം ഉണ്ടാവും? അതെ. ഇതെല്ലാം പ്രകൃതിയാ അല്ലേ? അതെ അതെ. നമ്മൾക്ക് ഒരു ആരെങ്കിലും മാല ഇട്ടാണ്ട് നമ്മൾക്ക് ഒന്നുമില്ലാണ്ട് വെറുതെ ഒരു ഇതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതെ, തോന്നില്ലേ എന്തെങ്കിലും ഒന്ന് ധരിക്കായിരുന്നില്ല എനിക്ക്. ഞാൻ എപ്പോഴും വൈഫിനോട് പറയും, വൈഫ് എപ്പോഴും ഇറങ്ങുമ്പോൾ ഒന്നും ചിലപ്പോൾ തൊട്ടില്ല, ഒരു പൊട്ട് തൊട്ട് കഴിഞ്ഞാൽ അത് ഞാനും പറയാറുണ്ട്. ഒരു അത് നമ്മൾക്ക് ഒരു പ്ലസ് ഒരു മോട്ടിവേഷനാണത്, ഒരു ഭംഗി. ഒരു പുറത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾക്കൊരു പൊട്ട് തൊടുക, മുടി കെട്ടുക. ഞാൻ എപ്പോഴും 2 മണിക്കായാലും ഇപ്പം ചിലപ്പം സേലത്തിലേക്കൊക്കെ പോകുമ്പോൾ 2 മണി രാവിലെ പോവും, അപ്പോഴും ഒരു 5 ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ കഴിച്ചിട്ട് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ വയറ് മുന്നിട്ടോ. അപ്പോഴും നമ്മൾ ആഹാരത്തിന് ആ ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ വിളക്കും ഇതൊക്കെ ഭയങ്കര പ്രധാനം തന്നെയാണ്. ഇത്രയും വേണ്ടേ? ഏത് അമ്പലത്തിൽ പോയാലും ഇത്രേ വേണ്ടു. അല്ല എൻ്റെ പുഷ്പാഞ്ജലിയൊക്കെ നമുക്ക് ആദ്യം അവിടുത്തെ ഐശ്വര്യം വേണ്ടേ? സത്യം. എന്നിട്ടല്ലേ നമുക്ക് ഐശ്വര്യം ഉള്ളൂ, പാസ് ഓൺ ചെയ്യില്ല. അതെ അതെ, അതിൽ നിന്നാണല്ലോ നമുക്കും. ഇപ്പോൾ പുഷ്പാഞ്ജലി ചെയ്യാം, അവിടെ ആദ്യം കൊടുക്കേണ്ടത് മാലാനേദ്യം വിളക്ക്, എന്നിട്ട് നിങ്ങൾ പുഷ്പാഞ്ജലി ചെയ്തോളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ആദ്യം ബേസിക് ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വന്ന പോലെ മനസമാധാനവും വൃത്തിയും
ഇതിന്റെ ഒരു കോർ ഇതാണ് കോറാണ്. കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഇതെല്ലാം വീടിന്റെ ഉള്ളിൽ നമ്മൾ താമസിക്കണ എന്തിനാ? നമുക്ക് സമാധാനം ഇതിനും വേണ്ടല്ലേ? ഇന്റർലിങ്ക്ഡ് ആണ് ഇതെല്ലാം. തീർച്ചയായിട്ടും. മൂന്നും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യണം. എന്നാൽ വളരെ പ്ലസന്റ് ആയിട്ട് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. നമുക്ക് ഇപ്പോൾ എന്താ വലിയ ഉദ്യോഗസ്ഥരാണ്, വലിയ ഇതാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ചില ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, ഒട്ടും വീട്ടിലൊരു അച്ചടക്കമില്ല. അയ്യോ, സത്യം. അതുകൊണ്ടായിരിക്കാം നമുക്ക് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കതിനെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ചിലപ്പോൾ അതിൻ്റേതായിരിക്കാം. അത് മൂന്നാമതൊരാൾ കയറുമ്പോഴാണ് നമുക്കത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അവിടെ അവർ ചിലപ്പോൾ റിയലൈസ് ചെയ്യില്ല, ആ വീട്ടിൽ താമസിക്കുന്നവർ റിയലൈസ് ചെയ്യില്ല. പക്ഷെ ഒരാൾ കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അത്. ഇപ്പോൾ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ പേപ്പറും ഇതെല്ലാം നാനാവിധമായിട്ട് നടക്കുക, തുണി. അതൊക്കെ ഒരു എന്തായാലും പറയുക, അങ്ങ് പറഞ്ഞ പോലെ എനിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ അങ്ങ് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ അങ്ങ് തുറന്നു പറയണതാണെങ്കിൽ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞാൽ അവർ റിയലൈസ് ചെയ്യും. പക്ഷെ ചിലപ്പോൾ അത് പറയുന്നത് എന്താണ് അവർക്കത് ഹേർട്ട് ചെയ്യോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ പലരും ഓപ്പൺ മൈൻഡഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര വിഷയം ചിലപ്പോൾ തോന്നില്ല. പക്ഷെ ചിലവർക്ക് അത് തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. അതെ അതെ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും അത്. പിന്നെ അതൊരു ആ ബന്ധത്തിനെ ബാധിക്കും, അത് എക്സ്റ്റെൻഡ് ആവും. അതെ അതെ, അല്ല സത്യം. ഞാൻ പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ നമ്മൾ ചിലപ്പോൾ നല്ല സെൻസിലായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുക ഓപ്പണായിട്ട്, പക്ഷേ അത് ചിലപ്പോൾ അതിന് റിവേഴ്സ് എഫക്റ്റ് വരും. എന്നത് കൺവേ ചെയ്താൽ നമുക്കതിനൊരു സൊല്യൂഷൻ കൊടുക്കാം അപ്പം തന്നെ. പക്ഷെ ഇത് മനസ്സിൽ വെച്ച് വലുതാക്കും. വളരെ സിമ്പിൾ സാധനമായിരിക്കും. അയാൾ വന്നിട്ട് അങ്ങനെ പറഞ്ഞു. സത്യം. അല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ചില ഏരിയാസിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിച്ചിട്ടേ സംസാരിക്കുള്ളൂ. അതിൽ ഏറ്റവും അത് സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടാവുകയെ. ഇപ്പോൾ ചില ദിക്കിൽ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ നമ്മളത് പറയും, ഇങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതാണ് നല്ലത്, അങ്ങനെയാണ് നമുക്ക് വീടിനെ കുറച്ചും കൂടി ഒരു ഐശ്വര്യത്തിലേക്ക് കൊണ്ടുവരാമെന്ന് നമുക്ക് പറയും. അതെ അതെ. അത് കണക്ട് ചെയ്തിട്ട് ഇന്നത്തെ എല്ലാ വീടുകളിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നമുക്ക് പണ്ടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്റൂം വീട്ടിൽ നിന്ന് വെളിയിലായിരിക്കും, ഒന്നും അറ്റാച്ച്ഡ് ആയിരിക്കില്ല. കാര്യം ഈ എനർജി വേസ്റ്റ് ഡിസ്പോസൽ ആയതുകൊണ്ട് ആ എനർജി വീട്ടിനകത്തോ അല്ലെങ്കിൽ റൂമിൽ തങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഫ്ലാറ്റ്സിലെല്ലാത്തിലും ഇതുണ്ട്. അപ്പം ഇതിൽ ഈ എനർജീനെ ക്ലെൻസ് ചെയ്യാൻ എന്തെങ്കിലും വാസ്തുവിൽ പറയുന്നുണ്ടോ? വാസ്തുവിൽ എന്തെങ്കിലും ഫ്ലാറ്റുകളിൽ ഫ്ലാറ്റായാലും വീടായാലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടല്ലോ. അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രോസ് വെന്റിലേഷനെ ബാധിക്കാത്ത വിധത്തിൽ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം വെച്ചോളൂ. ക്രോസ് വെന്റിലേഷനെ ബാധിക്കാത്ത രീതിയിലുള്ള ബാത്റൂംസ് അതെവിടെ വേണമെങ്കിലും വെക്കാലോ. പക്ഷെ ഫ്ലാറ്റ്സിൽ അത് ബാധിക്കുന്നു, അത് പ്രശ്നമാണ്. അപ്പം എന്ത് ചെയ്യും? നമുക്ക് ഫ്ലാറ്റിൽ നമ്മൾ പ്രീ ഡിഫൈൻഡ് അല്ലേ, പ്ലാൻ മുഴുവൻ പ്രീ ഡിഫൈൻഡാ. ഇപ്പോൾ ഒരു 60 പേരുള്ള ഫ്ലാറ്റ് ആണെങ്കിൽ 60 പേരുടെയും ടോയ്ലറ്റ്സ് ഒക്കെ ഒറ്റ ലൈനായിരിക്കും, അടുക്കള ഒറ്റ ലൈനായിരിക്കും. അതെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അല്ലേ. അല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഒരു ടോട്ടൽ ഏരിയയിൽ ബെഡ്റൂമിൻ്റെ ടോട്ടൽ ഏരിയയിൽ ഇതുണ്ടെങ്കിൽ അതിനെ വേണമെച്ചാൽ ഒരു പകുതി ഭാഗം ഇതാക്കിയിട്ട് അത് ഏതെങ്കിലും കോർണറിലാണെങ്കിൽ മാത്രം. ഈ ഫ്ലാറ്റിൽ ചിലപ്പോൾ ഒരു ഇതിൽ ചിലപ്പോൾ 4 ഫ്ലാറ്റ് ഉണ്ടാവും. സെൻട്രലിലെ ഫ്ലാറ്റിൽ പണിയാണ്, ഒന്നും കിട്ടില്ല. കോർണറിലെ ഫ്ലാറ്റ് ആണെങ്കിൽ ആ ഇതിൽ നമ്മൾ ടോയ്ലറ്റിനെ വേണമെച്ചാൽ പകുതിയാക്കി ഒരു ഡ്രസ് ഏരിയ എന്തെങ്കിലും ആക്കി നമുക്ക് അവിടെ നിന്ന് കാറ്റും വെളിച്ചവും കയറി വരുന്ന രീതിയിൽ ചെയ്യാം. മനസ്സിലായോ? സെൻറ്ററിലുള്ളതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്രോസ് വെന്റിലേഷൻ കിട്ടില്ല. അത് ദൈവം സഹായിച്ചിട്ട് കാറ്റ് നീ ഈ വഴി വന്നോ എന്നാ തന്നെ തട്ടി വന്നാലും ഓക്കെയാ, അത് കിട്ടില്ല, തട്ടി വരില്ല. കാറ്റ് നീ ഈ വഴി വന്ന് ഇവിടെ വന്ന് പറയാൻ പറ്റൂല. കാറ്റിനൊരു ഡയറക്ഷൻ ഉണ്ട് അതിന്. അതെ, വെളിച്ചോ അതെ വടക്ക് വശത്തുള്ളൊരു ഇതിൽ ഏതെങ്കിലും ദിക്കിൽ വെളിച്ചം കിട്ടുമോ? നടുവിലത്തെ ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ബാധിക്കുന്ന 2 കാര്യത്തിൽ ഒരു ഇരുട്ട് മുറിയിൽ എത്ര സമയം നമുക്ക് ജീവിക്കാൻ പറ്റും? കറക്റ്റാണ്, സത്യമാണ്. ആൾക്കും ആ ഒരു നേച്ചർ വരും, നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അതെ തീർച്ചയായിട്ടും. ചില ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും. അവര് എന്താ വെച്ചാൽ ആ ഇതിനോട് കൂടിയിട്ട് ചേർന്ന് പോവുകയാണേ. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല അതിൽ.
അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റൊക്കെ എടുക്കുമ്പോൾ ഫ്ലാറ്റിനെ ഞാൻ ഒരു ഇതായിട്ട് പറയല്ല, പക്ഷേ അതൊന്നും നമ്മളൊന്നും നല്ലോണം ഇതൊന്ന് ശ്രദ്ധിക്കണം. അതെല്ലാം നമുക്ക് അതിനു വേണ്ടിയാണ് ബുദ്ധി തന്നിരിക്കുന്നത്. അതെ അതെ, അനലൈസ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ. റൈറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് ഒരു 2 ചോദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വീടിനെ വീടാക്കാൻ എന്താണ് ശരിക്കും ചെയ്യുക? ഈ കാറ്റും വെളിച്ചവും കയറി തുടക്കം തൊട്ട് പറയുന്ന ആ ഒരൊറ്റ കാര്യം തന്നെ, കാറ്റും വെളിച്ചം. അത് സത്യമാണ്. പിന്നെ വൃത്തി, പിന്നെ അവനോന്റെ പെരുമാറ്റം എല്ലാം ഉണ്ടാവണത് ഈ കാറ്റ് വെളിച്ചം നമ്മുടെ എന്തുകൊണ്ടാണ് നാലുകെട്ട് ഇത്രയും പോപ്പുലറായി? അതെ, ബേസിക് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? അതെ, പൂമുഖങ്ങൾ തന്നെ 3 മിനിമം ഉണ്ട്, അതിൽ തന്നെ വ്യത്യാസമാണ്. ഈ ചൂടുള്ള കാറ്റ് മുകളിലേക്ക് പോയി 4 വശത്തുനിന്നും കയറി വരികയാണ്. അതെ അല്ലേ? അതൊരു മോഡേൺ കൺസെപ്റ്റില് ചിലവരുണ്ടല്ലേ എല്ലാം 4 കെട്ട് ഉണ്ടാക്കും. 4 കെട്ടെന്നല്ല പറഞ്ഞ കോട്ടയാടായിട്ടുള്ള, എന്നിട്ട് മുകളിൽ അങ്ങോട്ട് അടച്ചു കളയും. പെട്ടുവോ? അതിങ്ങനെ മുകളിലോട്ട് പോകണമല്ലോ, എന്നാലേ തണുത്ത കാറ്റ് കയറി വരുള്ളൂ. മർദ്ദം കൂടിയ കാറ്റ് എപ്പോഴും ഇവിടെ നിൽക്കില്ല, ഇതങ്ങോട്ട് മുകളിലേക്ക് പോകും. അപ്പം എന്തായി? തണുത്ത കാറ്റ് കയറി വരാൻ സ്പേസ് വേണം. സ്പേസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ചൂടുള്ള കാറ്റ് അവിടെ തന്നെ നിൽക്കും. അതിനാണ് ക്രോസ് വെന്റിലേഷൻ ഉണ്ടെങ്കിൽ എന്താ? ഈ സാധനം ചൂടുള്ള കാറ്റ് ഒരു ദിക്ക് കൂടെ പോവും, തണുത്ത കാറ്റ് കയറും. എപ്പോഴും വെന്റിലേറ്റഡ് ആയിരിക്കും. ശരിയല്ലേ? കറക്റ്റാണ്. എപ്പോഴും ഫ്രഷ് എയർ ആയിരിക്കും. സ്റ്റാഗ്നന്റ് വാട്ടറിനെക്കാട്ടിലും ഫ്ലോയിങ് വാട്ടർ ആണ് എപ്പോഴും എനർജി കൂടുതൽ, എനർജി കൂടും. അതിനകത്ത് സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അതാണ് ചിലവർ ഈ ഫിഷ് പോയിന്റ്, അതെ, ഈ എന്തായാലും പറയാം വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം അതാണ്. വെള്ളപ്പൊക്കം വന്നതിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അതാണ് ഈ എന്തായാലും പറയാ തെക്കേ കരയിൽ താമസിക്കണം എന്ന് പറയുന്നത് നമ്മുടെ പ്രദക്ഷിണമായിട്ട്. അതെ, നമ്മളെ കൊണ്ടുപോയില്ല. ഇതൊക്കെ പ്രകൃതിയായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് വാസ്തു. അതെ അതെ അല്ലേ? ശരിയല്ലേ? അതെ, നമ്മുടെ ധർമ്മവും ഈ അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ശാസ്ത്രങ്ങളും നമ്മൾക്ക് മനസ്സ് സുഖാവലും അതിൻ്റെ മനസ്സ് സുഖമായ പ്രവൃത്തിയും സുഖാവും. പ്രവർത്തിച്ച് സുഖമായിക്കഴിഞ്ഞാൽ ലോകധർമ്മം നന്നാവും, ലോകം നന്നാവും. പക്ഷെ അതിൽ ചിലത് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ. വാസ്തു പ്യുവർലി ഞാൻ വിശ്വസിക്കണം എന്നല്ല പറഞ്ഞത്, പക്ഷെ അതിന്നുള്ള നല്ല കാര്യങ്ങൾ അഡോപ്റ്റ്. അതിന് നമ്മൾ ഓരോരോ ചിട്ടവട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട്. ഇൻ ട്യൂൺ ടു നേച്ചർ എന്ത് ചെയ്താലും സമാധാനമായിരിക്കും. പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. നമ്മുടെ ശരീരം പഞ്ചഭൂതം തന്നെയല്ലേ? അതെ അതെ, വെളിയിലുള്ളതല്ല, അകത്ത് തന്നെ ഉള്ളതുമാണ്. അതിനെ കണക്ട് ചെയ്ത് പോയാൽ മതി. അത് അന്നും ഇന്നും ലോക നമ്മുടെ ഏതൊക്കെ ഋഷിമാരും വരും പല വിധത്തിൽ അവർ പറയണു. അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് എങ്ങനെ വേണം എന്നുള്ള ഇൻ്റർപ്രറ്റ് ചെയ്യണം, നമ്മൾ തീരുമാനിക്കണം. അതിനെന്ത് വേണം? ബുദ്ധി വേണം. ബുദ്ധി നന്നാവണമെങ്കിൽ എന്ത് വേണം? നല്ലോണം സുഖമായിട്ട് കിടന്നുറങ്ങണം. അല്ലേ? അതിന് വർക്ക് ചെയ്യണമെങ്കിൽ എന്താ? ആഹാരം വേണം. ആഹാരം വേണമെങ്കിൽ എങ്ങനെയാ അതിൻ്റെ കാര്യങ്ങൾ? വാസ്തു സന്തോഷം തിരിയാനും മറ്റേ ഹാർമോണിയസ് ലിവിങ്ങിനും വരും. പക്ഷെ ബന്ധങ്ങളെ മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. വാസ്തു നോക്കണോ അല്ലെങ്കിൽ ഇതിൻ്റെ അല്ല പറഞ്ഞത്. അതിൽ പല കണക്കുകളുടെ കളികളുണ്ട്. എപ്പോഴും ഒരു വീടായാൽ പ്രപ്പോർഷൻ, അതിനൊരു നീളത്തിനും വീതിക്കും ഘടനയുണ്ട് ഇല്ലേ? അതിൽ കൃത്യമായിട്ടുള്ള ക്രോസ് വെന്റിലേഷൻ, കൃത്യമായിട്ട് കാറ്റും വെളിച്ചവും ഉള്ളിലേക്ക് കയറി വരുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിരിക്കും. സമശീർഷം എന്താ ഒരു ജിയോഗ്രഫിക്കലും കൾച്ചറലിയും അല്ലെങ്കിൽ നല്ല രീതിയിൽ സുഖമായിട്ട് ജീവിച്ചു പോവാം. എല്ലാവരും വാസ്തു നോക്കണം എന്നല്ല പറഞ്ഞത്, മനസ്സിലായില്ലേ? വേണമെങ്കിൽ ഒരു അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ ചില ദിക്കിൽ നമ്മൾ ജനാല കൃത്യമായിട്ട് വെക്കുക, കൃത്യമായിട്ട് വാതിൽ വെച്ച് കഴിഞ്ഞാൽ അതിലേക്കുള്ള ഊർജ്ജപ്രവാഹം കൂടും. ക്ലിയർ? അത് നമ്മൾക്ക് എന്തായി ആ ബന്ധം എന്ന് പറയണത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് വേണം എല്ലാ കാര്യങ്ങളും വരാൻ. ആ കൃത്യമായിട്ട് നമ്മൾ പ്ലസൻറ്റ് ഒരു ഇതാണെങ്കിൽ നമ്മുടെ ബന്ധത്തിനും വില കൂടില്ലേ? സത്യമാണ്. റിലേഷൻഷിപ്പ് അല്ലേ ബന്ധം എന്ന് ഉദ്ദേശിച്ചത്? ബെറ്റർ ആവും അല്ലേ? ബെറ്റർ അതല്ലേ? അതെ.
ഇപ്പോൾ നമ്മൾക്കൊരു എന്താ ഒരു ഓഫീസ് സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു ഗ്ലൂമി ആയിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാ? വീടുന്നാ. വീട്ടിൽ നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുകയും 8 മണിക്കൂറോ 9 മണിക്കൂറോ 7 മണിക്കൂറോ കിടന്നുറങ്ങി കൃത്യമായിട്ട് ആഹാരം കഴിക്കുകയും കൃത്യമായിട്ട് വെള്ളം കുടിക്കുകയും ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്നാണ്. ആ വീട്ടിൽ നല്ലൊരു സാധനം വേണമെങ്കിൽ എന്താ? കാറ്റും വെളിച്ചവും ഇഷ്ടം പോലെ വരണം. ഒരു ഇടിച്ച ഇരുണ്ട് മുറിയുന്നതാണെങ്കിൽ നമുക്ക് ഇതൊന്നും രാവിലെ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ തോന്നില്ല. രാവിലെ നമുക്ക് ആഹാരം തന്നെ കഴിക്കാൻ തോന്നില്ല. അതെല്ലാത്തിനും വേണമെച്ചാൽ വാസ്തു വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ആ വാസ്തുവിൻ്റെ ബേസിക് ഘടകമായിട്ടുള്ള കാറ്റും വെളിച്ചവും ഉള്ളിലേക്ക് കയറി വരിക. ഇതൊന്നും ഇല്ലാത്തവിടെയാണ് ഈ പറഞ്ഞ പോലെ മടി ഉണ്ടാവാം. അതെ ഉണ്ടാവാം. പക്ഷേ അതെല്ലാം ചില അഗ്രഹാരങ്ങൾ നമ്മൾ പക്ഷേ ആ അഗ്രഹാരത്തിൽ എന്താ വ്യത്യാസം? അവർക്ക് അവരുടേതായിട്ടുള്ള പ്ലസൻറ്റ് കിട്ടാൻ വേണ്ടി ചില ആക്ടിവിറ്റീസ് ഉണ്ടാവും. നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ നന്നാവുക? ഒന്ന് വീട് വേണം, നല്ലൊരു ഫാമിലി സെറ്റപ്പ്. ഇപ്പോൾ നമ്മുടെ ഏത് പ്രവൃത്തിയായാലും നമ്മൾ ഏത് മനുഷ്യനായാലും എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പാട്ട്, രചന, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ പ്ലസന്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവിലേക്ക് കൊണ്ടുവന്ന സാധനം ഉള്ള ഒരു മൂഡിന് മൈൻഡ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജന്മലാലും ഉണ്ടാവും, ഡെവലപ്പ് ചെയ്തതുണ്ടാവും നമുക്ക്. അതെല്ലാം അഗ്രഹാരത്തിലുണ്ട്. അതെ ഇല്ലേ? നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ കോലം വരച്ച് നമ്മുടെ മനസ്സ് തന്നെ ഒരു സമാധാനമാണ് കാണുന്നത്. അഗ്രഹാരം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? റോ ഹൗസസ് ഒരു ഇതില് അതിനൊരു കമ്പാർട്ട്മെന്റ് തെക്കുന്നോ പടിഞ്ഞാറുന്നോ മാത്രമേ കാറ്റുണ്ടാവുള്ളൂ. പക്ഷേ അതെല്ലാം കൃത്യമായിട്ടുള്ള ലൈനിലായിരിക്കും. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റും വെളിച്ചുണ്ടാവില്ല, കഷ്ടിയാവും, കാറ്റ് കിട്ടും. അപ്പം തന്നെ മാറിയില്ലേ? ഉള്ളിൽ നിന്നെന്താ സൗണ്ട് കേൾക്കണത്? പാട്ടായാലും വയലിനായാലും വീണയായാലും. ഇപ്പോൾ മദ്രാസിലൊക്കെ കാലത്ത് പോയാണ്ടല്ലോ, ഈവൺ ഒരു വീട്ടിൽ പോലും എല്ലാ വീട്ടിലും ഒരു പഠിക്കാത്ത കുട്ടി പോലും ഇല്ല. പാട്ടായാലും വീണയായാലും ഈ വയലിനും വീണയ്ക്കും ഒരു മെച്ചമുണ്ട്. എന്താ അറിയോ? ഈ സ്വരസ്ഥാനം കണ്ടുപിടിക്കുക പറയാം. സ്വരസ്ഥാനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏകാഗ്രത കൂടും. ഞാൻ എപ്പോഴും പറയുക, ഒന്നുകിൽ വയലിൻ അല്ലെങ്കിൽ വര അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇത്. അതെ, ഇപ്പോൾ വീണയ്ക്ക് ഇത്രയും നീളത്തിലാണ് അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ നീണ്ടാ കിടക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇതാവണമെങ്കിൽ അത്ര മൈൻഡ് സെറ്റായിരിക്കും പോകണം. അപ്പോൾ എന്താ? ഈ കോൺസെൻട്രേഷൻ കൂടും. വായനയെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഇതിൽ കൂടെയോ കിട്ടണ പോലെ അല്ല. അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതലും കൂടി ഷാർപ്പാവും വീണയോ ഇൻസ്ട്രുമെൻ്റ്, വീണ, വയലിൻ, അങ്ങനത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ വരയ്ക്കൽ. ഫോക്കസ് ഷാർപ്പ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ വാസ്തു എന്ന് പറയുന്നത് വെറും ഒരു സ്യൂഡോ സയൻസോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ടിയുള്ളതല്ല. ഞാൻ ഒരിക്കലും അതിനെ വാസ്തുവിൽ വിശ്വസിക്കാണ്ടിരിക്കുക. പക്ഷെ എൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ കാറ്റും വെളിച്ചവും ധാരാളം കയറ്റിവിടും. എന്നാൽ തന്നെ പകുതി അസുഖം, ഈ അസുഖം വരുന്നത് മുഴുവൻ അടച്ചിട്ട മുറികളുടെ ബ്ലഡ് പ്രഷർ കൂടിയിട്ടാണ്. അതെ അല്ലേ? ആദ്യം ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ആദ്യം എന്താ പറയുക, ബ്ലഡ് പരിശോധിക്കാൻ പറയും. അതെ. അപ്പം എന്താ, ബ്ലഡ് ഒരു മേജർ ഫാക്ടർ അല്ലേ? അതെ. അടുക്കള വൃത്തിയാക്കിയാലും മതി. അലർജി എങ്ങനെയാണ് വരുന്നത്? അങ്ങനെയല്ലേ? നമ്മൾ വൃത്തിയില്ലെങ്കിൽ എന്താ? ജീവിതത്തിൽ ഇതെല്ലാം കണക്റ്റഡ് ആണ്. എല്ലാം ഇൻ ട്യൂൺ ടു നേച്ചർ. നമ്മൾ എന്ത് ചെയ്താലും അത് മോശമാവില്ല. നേച്ചർ. റൈറ്റ്. അതിന് പല പല ഘടകങ്ങളുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒത്തിരി നാൾ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾക്ക് ജീവിതത്തിൻ്റെ എപ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമല്ലേ അതൊക്കെ. അതെ. താങ്ക് യു കേട്ടോ. താങ്ക് യു.